ഹായ് ഗൈസ്, ഈ ചൂടുകാലത്ത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റ് പുഡിംഗ്. ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് 5 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള തൊലി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചേക്കണം. നല്ല അടിപൊളി മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു കട്ട് ചെയ്തേക്കണ ക്യാരറ്റ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പാൻ വേണം എടുക്കാൻ, കാരണം നമുക്കിത് കുറച്ച് കഴിഞ്ഞ് പാലൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. സോ വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. യാതൊരുവിധ വെള്ളം ഒന്നും ആഡ് ചെയ്യാത്ത പാലായിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് കുറച്ച് പഞ്ചസാര യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം ഏലക്കാപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടൂലേ. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് പൊങ്ങി വരണം. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയാണ് പുഡിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 16 ഗ്രാം ചൈന ഗ്രാസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് 1.5 ഗ്ലാസ്സിന് 16 ഗ്രാം ചൈന ഗ്രാസ് തന്നെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പുഡിങ്ങിന് ഹാർഡ്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 16 ഗ്രാം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഈ ഒരു ചൈന ഗ്രാസ് നമുക്കൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. ആ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ തിളപ്പിച്ചിറക്കി വെച്ചേക്കണ ക്യാരറ്റും മിൽക്കും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലായിരിക്കണം നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടേണ്ടത്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വച്ചേക്കുന്ന ചൈന ഗ്രാസ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒട്ടും തന്നെ കട്ടിയില്ലാത്ത രീതിയിൽ ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടണം. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചെടുക്കുന്നത്. ഒട്ടും കട്ടൊന്നും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ചൈന ഗ്രാസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് പുറത്ത് ചൂടാക്കാനായിട്ട് വയ്ക്കണം. അതിനുശേഷം ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു 3 ബൗളിലേക്കുള്ള പുഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ് 6 to 7 ഹവേഴ്സ് ഓവർനൈറ്റാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത്. ഫ്രീസറിൽ വയ്ക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഇതുപോലത്തെ കിഡിലൻ ഐറ്റംസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം.